ഇപ്പോൾ അട്ടക്കുളം വനിതാ ജയിലിൽ നിന്ന് ഗ്രീഷ്മയെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗ്രീഷ്മയെ ജയിലിൽ നിന്ന് പുറത്തേക്കിറക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് ഏകദേശം 11 മണിയോടെയാണ് ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി ഉണ്ടാവുക. ഇന്നലെ ഗ്രീഷ്മയടക്കം പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് വിധിക്കായി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അട്ടക്കുളം വനിതാ ജയിലിൽ നിന്ന് ഗ്രീഷ്മയെ പുറത്തേക്കിറക്കുന്ന ദൃശ്യങ്ങളാണ് ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മല കുമാരനും കുറ്റക്കാരനാണ് എന്നുള്ളത് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. രണ്ടാം പ്രതിയായ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു. കൊലപാതകം, വിഷം നൽകൽ, തെളിവ് നശിപ്പിക്കൽ അടക്കം കുറ്റങ്ങൾ തെളിഞ്ഞു എന്നുള്ളതായിരുന്നു ഇന്നലത്തെ കോടതി നിരീക്ഷണം. മൂന്നാം പ്രതി അമ്മാവൻ തെളിവ് നശിപ്പിച്ചു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. എന്നാൽ തെളിവുകളുടെ അഭാവത്തിലാണിപ്പോൾ ഇന്നലെ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായത്. ഗ്രീഷ്മയുടെ അമ്മ കേസിൽ രണ്ടാം പ്രതിയായിരുന്നു. അമ്മയെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധിക്കായി കാത്തിരിക്കുകയാണ്. നിർണായകമായ ശിക്ഷാവിധിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് ഈ ഗ്രീഷ്മ കുറ്റവാളിയാണ് എന്നുള്ള വിധിയിലെത്തിയത്. കാമുകിയായിരുന്ന ഗ്രീഷ്മ കഷായത്തിൽ വിഷം ചേർത്ത് ഷാരോണിനെ കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു കേസ്. ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവനുമെതിരെ ആദ്യം ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരുന്നത്. എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ അമ്മയെ കോടതി വെറുതെ വിടുകയായിരുന്നു. ഇന്നിപ്പോൾ ഏകദേശം 11 മണിയോടുകൂടി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസിൽ വിധി പറയുമെന്നുള്ളതാണ്. ഹാൻസ് ഉണ്ട് വിശദാംശങ്ങളുമായി. ഹാൻസ്, ഗ്രീഷ്മയെ ജയിലിന് പുറത്തേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എപ്പോഴേക്ക് കോടതിയിൽ ഹാജരാക്കും? എന്താകും വിധി? ആതിര, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഗ്രീഷ്മയെ മെഡിക്കൽ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന ദൃശ്യങ്ങളാണ്. നിലവിൽ പോലീസിൻ്റെ പിങ്ക് പെട്രോളിൻ്റെ വാഹനത്തിലാണ് ഗ്രീഷ്മ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. പിങ്ക് പെട്രോൾ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിലാണ് ഗ്രീഷ്മയെ ഇപ്പോൾ കയറ്റിയിരിക്കുന്നത്. ഇവിടെ നിന്ന് മെഡിക്കൽ പരിശോധനകൾക്കായി ഗ്രീഷ്മയെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഇതിന് ശേഷമായിരിക്കും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് ഗ്രീഷ്മയെ എത്തിക്കുക. അവിടെ വെച്ചാണ് ബാക്കി കോടതി വാദങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവുക. അവിടെ വെച്ചായിരിക്കും വിധി പ്രസ്താവിക്കുക. ഏകദേശം 11 മണിക്ക് മുൻപ് തന്നെ കോടതിയിൽ ഗ്രീഷ്മയെ എത്തിക്കും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി എന്തായാലും പുറത്തേക്ക് വരും. കാരണം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഷാരോൺ വധക്കേസിൽ കഴിഞ്ഞ 3 വർഷ കാലയളവിലായിട്ടുള്ള വിചാരണ നടപടികളും മറ്റ് നടപടികൾക്ക് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ഇതിലൊരു വിധി വരാൻ പോകുകയാണ്. പ്രധാനമായും കുടുംബത്തിൻ്റെ ആവശ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായ ഗ്രീഷ്മയ്ക്ക് ശക്തമായ അല്ലെങ്കിൽ വളരെ ഏറ്റവും പരമാവധി ശിക്ഷ ലഭ്യമാക്കണം എന്നാണ് കുടുംബമടക്കം ആവശ്യപ്പെടുന്നത്. കാരണം നമുക്കറിയാം, കഷായത്തിൽ വിഷം കലർത്തിയാണ് ഗ്രീഷ്മ ഷാരോണിനെ വധിച്ചതെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനുമായി തുടർന്ന് ശക്തമായ തെളിവുകൾ തന്നെയാണ് കോടതിയിൽ പോലീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും കൊലപാതകം ഉൾപ്പെടെ ഗ്രീഷ്മയ്ക്കെതിരെ പ്രോസിക്യൂഷൻ നിർത്തിയ കുറ്റങ്ങളൊക്കെ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. എന്തായാലും പ്രോസിക്യൂഷൻ വാദവും ഇന്ന് തുടരും. ഇതിനോടൊപ്പം തന്നെ പ്രതിഭാഗവും കൃത്യമായ അവരുടെ വാദങ്ങൾ ഉയർത്തും. കാരണം നമ്മൾക്കറിയാം, ഗ്രീഷ്മയുടെ പ്രായം വളരെ ചെറുപ്പമാണ്. പ്രതിയുടെ പ്രായം ഉൾപ്പെടെ കണക്കിലെടുത്ത് പരമാവധി ശിക്ഷയിളവ് നൽകണമെന്നുള്ളൊരു ആവശ്യം പ്രതിഭാഗം എന്തായാലും ഉന്നയിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ ഉയർത്താൻ പോകുന്ന മറ്റൊരു വാദം പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നായിരിക്കും. കാരണം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി ഇതിനെ പരിഗണിക്കണം എന്നാണ്. ഈ അടുത്ത കാലങ്ങളിൽ ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ കൊലപാതകങ്ങളാണെങ്കിലും മറ്റ് ക്രൈമുകളാണെങ്കിലും എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഗ്രീഷ്മയെ മെഡിക്കൽ പരിശോധനയ്ക്കായി ഇപ്പോൾ പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് വാഹനം മെഡിക്കൽ പരിശോധനയ്ക്കായി ഗ്രീഷ്മയെ ആശുപത്രിയിലേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഗ്രീഷ്മയെ മെഡിക്കൽ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ മെഡിക്കൽ പരിശോധന അടക്കമുള്ള നടപടികൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കോടതിയിലേക്ക്, നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് ഗ്രീഷ്മയെ എത്തിക്കുക. പിന്നീടാവും കോടതിയിൽ വാദം നടക്കുക. അതിനുശേഷം ഏകദേശം 11 മണിയോടുകൂടി ഈ കേസിൽ വിധി ഉണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്.
പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. കുടുംബവും അത് തന്നെയാണ് പറയുന്നത്. പരമാവധി ശിക്ഷ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഷാരോണിൻ്റെ കുടുംബം. നമുക്കറിയാവുന്നതുപോലെ 2022 ഒക്ടോബർ മാസമാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത്. ഈ വിഷം കലർന്ന കഷായം ഷാരോണിന് ഗ്രീഷ്മ കൊടുത്തു എന്നുള്ളതാണ് കുറ്റം. തുടർന്ന് ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷം ഏകദേശം 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ഷാരോൺ മരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ആശുപത്രിയിലെ മെഡിക്കൽ പരിശോധനകൾക്കെല്ലാം ശേഷം തന്നെ ഗ്രീഷ്മയെ കോടതിയിൽ ഹാജരാക്കും. ഉടൻ തന്നെ വാദം തുടങ്ങും. അതിനുശേഷം ഏകദേശം 11 മണിയോടുകൂടി ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ളതാണ്. ഹാൻസ് ജോൺ ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.